പാചകവാസന്തി സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉടമകളും ജീവനക്കാരും. പാചകവാതക വിലക്കയറ്റത്തിന് പിന്നാലെ സിലിണ്ടർ ലഭ്യത കുറയുന്നതിൽ നഗരത്തിലെ വീട്ടുകാരും പ്രതിസന്ധിയിലാണ്. തിരുവനന്തപുരത്തെ വാൻഡ്രോസ് ജംഗ്ഷനിലെ കോഫി ഹൗസ് വിറക് അടുപ്പിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് ദിൽന ചേരുകയാണ്. ദിൽന, ഇപ്പോൾ പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലാണ്. പല കടകളിലും ഊണ് പൂർണ്ണമായും നിർത്തലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വീടുകളിലും ഇത് പതുക്കെ കൊണ്ട് ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമി, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലൂടെ കൂടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള കോഫി ഹൗസിലാണ്. ഇവിടെ ഗ്യാസിന്റെ പ്രതിസന്ധി നിലവിലുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് വിറകടുപ്പിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ഇന്നലെ മുതലാണ് വിറകടുപ്പിലേക്ക് മാറിയത്. നമുക്കറിയാം, കോഫി ഹൗസിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കോഫി ഹൗസിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരുപാട് പേര് നമുക്കുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതൊരു ആശ്വാസം കൂടിയാണ്. ഇവരെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ജീവനക്കാരുണ്ട്. നമുക്കറിയാം, ഇവിടെ വലിയ വെയിലും ഈ തീയുടെ ചൂടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മെനു കാർഡെല്ലാം കുറച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ചേട്ടാ, ഇതിപ്പോൾ എന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് മാറിയത്? നമ്മൾ ഇന്നലെ വരെ എല്ലാ സാധനവും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് തൊട്ട് ഗ്യാസിൻ്റെ ഒരു വിഷയമുള്ള കാരണമാണ് കുറേ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ചുള്ള സാധനങ്ങൾ മാത്രം കൊടുത്ത് ചെയ്യാനുള്ള സംവിധാനമാണ്. മെനു ഒരുപാട് കുറച്ചോ? മെനു ഒരുപാട് ആകെ ഒരു പൂരി മസാല മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ചായയൊക്കെ ഒഴിവാക്കി കാപ്പി മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേ വിറകടുപ്പിലോട്ട് മാറുമ്പോൾ വലിയ ചൂട് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ചൂട് തന്നെയാണ്. അതെ, തീരെ ചൂടും അത് തന്നെ. ഇപ്പൊ ഈ കുക്ക് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഇരട്ടി സമയം കൂടുതൽ എടുക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ? അങ്ങനെയല്ല, ഇത് അത്രയ്ക്കും നമ്മൾ വിറക് കയറ്റി വെച്ചാൽ അത്രയും പെട്ടെന്നാകും. പക്ഷെ അത്രയ്ക്കും നമ്മളെ ശരീരം തീ പോയേണ്ടി വരും. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ സമയം എടുക്കുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. രാവിലെ കയറി നമ്മൾ പണി തുടങ്ങുന്നു, അത്ര തന്നെ. മെനു കുറയ്ക്കുമ്പോഴേ ഇപ്പൊ ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അവര് നമ്മൾ പറയുന്ന സാധനമേ കൊടുക്കാക്കുന്നുള്ളൂ. അവർ ചോദിക്കണം, നമുക്ക് കൊടുക്കാക്കാത്ത കണ്ടീഷനാണ് ഇപ്പോൾ. അതെ ഷമിയ പറയുന്നത് പോലെ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ അല്പനേരം പോകുമ്പോൾ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു അടുക്കളയിലോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഒറിജിനൽ അടുക്കളയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ അടുക്കള വരുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ ഗ്യാസ് എല്ലാം തന്നെ ഓഫായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് ജീവനക്കാരുണ്ട്. ഡെയിലി ഒരു 4 സിലിണ്ടർ വീതമാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ചേട്ടാ, ഇവിടെ ഗ്യാസ് ഇപ്പോൾ പ്രവർത്തിക്കുക ഇന്നലെ മുതൽ വലിയ ഉണ്ട്. ജോലിഭാരം കൂടുതലാണ്. ചൂടുണ്ട്, വെളിയിലത്തെ ചൂടുണ്ട്, തീരെ ചൂടുണ്ട്. പ്രതിസന്ധി ഇപ്പൊ എന്ന് തീരുമെന്ന് പോലും അതെ. അത്തരത്തിലാണ് ഷമ്മി. വലിയ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കോഫി ഹൗസിലാണ്. പല ഹോട്ടലുകളും അടച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. കോഫി ഹൗസിൽ നിരവധി ആളുകളുണ്ട്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ, നമ്മൾ വന്നപ്പോഴൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അതായത് കോഫി ഹൗസ് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ട്. നമുക്കൊന്ന് അവരോടൊക്കെ കൂടെ ഒന്ന് ചോദിക്കാം. നമുക്ക് ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോഴുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാകും. നമുക്ക് ആ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാകും. അത്തരത്തിൽ നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ, ചേട്ടാ, നമ്മളെ ഇപ്പോൾ ഇത് വിറകടുപ്പിലോട്ട് മാറി ചേട്ടാ, ഇതിപ്പോൾ വിറകടുപ്പിലോട്ട് മാറി. അപ്പോൾ സ്ഥിരമായിട്ട് കോഫി ഹൗസിൽ വരുന്ന ഒരാളാണോ? അതെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇന്ന് മെനു എല്ലാം ഒരുപാട് കുറച്ചു എന്ന് പറഞ്ഞു. കോഫി ഉണ്ട്, ഈ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഈ വിറകിൻ്റെ ഒക്കെ മാറ്റം? ഇല്ല, അടുപ്പ് സാധാരണ അടുപ്പ് പോലെ തന്നെയല്ലേ ഉള്ളൂ. ഫ്ലെയിമിൽ തന്നെയല്ലേ ചെയ്യുന്നത്. ഇല്ല, ക്രൈസിസ് മറികടക്കുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിനുള്ള ഓപ്ഷൻസ് എന്ത് സ്വീകരിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല. സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് കോഫി ഹൗസിൽ തന്നെയാണ്? അല്ല, ഇടയ്ക്കൊക്കെ വരും.
അത്തരത്തിലാണ് നമ്മളൊരു സമാന്തര രീതി കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ പ്രതിസന്ധി ഉണ്ട് എന്ന്, ഈ പ്രതിസന്ധി തീരുമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയുണ്ട്. ഇത് അടച്ചിടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകളെല്ലാം തന്നെ അടഞ്ഞു കഴിയുമ്പോഴേക്കിനും ഇത് എന്താകുമെന്നറിയാത്തൊരു പ്രതിസന്ധി കൂടെ നിലനിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഇപ്പോഴേ സ്ഥിരമായിട്ട് എത്ര സിലിണ്ടർ ഉപയോഗിക്കാറ്? സ്ഥിരമായിട്ട് 3-4 സിലിണ്ടറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വെച്ച കോപ്പി ഹൗസിൽ നമ്മളെ വിശ്വസിച്ച് കഴിക്കാൻ വേണ്ട കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ കോപ്പിയും പൂരിയും മസാല അവസ്ഥയാണ്. കാരണം മാന്യ കസ്റ്റമർ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുന്ന സർവ് ചെയ്യുകയും അവർ സന്തോഷത്തോടെ നല്ല രീതിയിൽ പോവുകയും ചെയ്യുമ്പോൾ നമ്മളെ വിശ്വസിച്ചാണ് അവർ നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോപ്പിയും പൂരിയും മസാല അത്രയ്ക്കുള്ള അവസ്ഥയാണ് നമുക്ക് ഇവിടെ ആയിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറം ഈ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്ക് ഇനി അതിൻ്റെ കച്ചവടവും കാര്യങ്ങളും പോകാം. ഗ്യാസ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ സിലിണ്ടർ ഷോർട്ടാണ്, അത് സിലിണ്ടർ കിട്ടാനില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാന്യ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഒരു കാപ്പിയും ഒരു പൊരി മസാലയും കൊടുക്കാൻ നമ്മൾ ഈ അടുപ്പ് കൂട്ടി നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് ഇനി വേറെ ഒന്നുമില്ല. കാരണം ഉച്ചയ്ക്ക് ബിരിയാണി, എല്ലാ ദിവസവും ഊണുണ്ട്, പൊറോട്ട, ചപ്പാത്തി, മസാല ദോശ, നെയ്റോശ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കോപ്പിയും പൂരി മസാലയും കൊടുക്കാനുള്ള അവസ്ഥ നമുക്കായിപ്പോയത്. മാന്യ കസ്റ്റമർ വരുമ്പോൾ അവർ സന്തോഷത്തോടെയാണ് വേണ്ട. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ കാപ്പിയും പൂരി മസാലയും കൊടുക്കുമ്പോൾ അവർ ആ അവസ്ഥയിൽ കഴിച്ചിട്ടാണ് പോകുന്ന അവസ്ഥയാണ്.